ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവും കുടുംബവും കുറ്റക്കാരെന്ന് കോടതി. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് വിധി. കുടുംബം ക്രിമിനൽ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചുവെന്ന് വിധിയിൽ പറയുന്നു. വലിയ ഗൂഢാലോചനയുണ്ടെന്നും പ്രത്യേക ജഡ്ജി വിശാൽ ഗോഖ്നെ നിരീക്ഷിച്ചു. റെയിൽവേയിലെ ജോലിക്ക് പകരമായി ബിനാമി പേരിൽ ഭൂമി സമ്പാദിച്ചു എന്ന കേസിലാണ് മുൻ ബീഹാർ മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയുമായിരുന്ന ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരായത്. ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാബ്രി ദേവി, മക്കളായ തേജസ്വി യാദവ്, മിസ ഭാരതി എന്നിവരടക്കം 41 പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയത്. ലാലുവും കുടുംബവും സമർപ്പിച്ച കുറ്റവിമുക്തമാക്കൽ ഹർജികൾ തള്ളിയാണ് ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ നടപടി. ലാലു കുടുംബം ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് പോലെയാണ് പ്രവർത്തിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചു. പൊതു തൊഴിലവസരങ്ങൾ സ്വന്തം ലാഭത്തിനായി മാറ്റിയതും കോടതി വിമർശനമുണ്ട്. കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ 52 പേരെ കോടതി വെറുതെ വിട്ടു. CBI പരിശോധനാ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചു. 2004-2009 കാലയളവിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രൂപ്പ് D തസ്തികകളിൽ ജോലി നൽകാനായി നിരവധി പേരിൽ നിന്നും ഭൂമി തുച്ഛമായ വിലക്ക് എഴുതി വാങ്ങിയെന്നാണ് FIR-ൽ. കോടതി കുറ്റം ചുമത്തിയതോടെ പ്രതികൾ വിചാരണ നടപടികൾ നേരിടേണ്ടി വരും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ RJDക്ക് രണ്ടാമത്തെ പ്രഹരമാണ് കോടതി നടപടി. മീഡിയ 1, ഡൽഹി.